നമസ്കാരം. പ്രധാന വാർത്തകൾ. മോദിയുടെ സന്ദർശനത്തിന് മുമ്പ് ഏറ്റുമുട്ടൽ. സൈന്യം 2 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഹാഡിപോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 2 ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട്. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാ സേനയും തിരച്ചിൽ ആരംഭിച്ചതിനു പിന്നാലെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. മരിച്ച ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീനഗർ സന്ദർശനത്തിന് ഒരു ദിവസം മുമ്പാണ് ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച യോഗദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കാശ്മീരിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിയമസഭയിൽ കോളനി എന്ന് ഉപയോഗിച്ച മന്ത്രി തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ. കോളനി പ്രയോഗത്തിൽ മന്ത്രി കെ രാജനെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നിയമസഭയിൽ സംസാരിക്കുമ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ കോളനി എന്ന വാക്ക് പ്രയോഗിച്ചപ്പോഴാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇടപെട്ടത്. കോളനി എന്ന വാക്ക് ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയത് ചൂണ്ടിക്കാട്ടിയ ഡെപ്യൂട്ടി സ്പീക്കർ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രിയോട് നിർദ്ദേശിച്ചു. എന്നാൽ താൻ പദം ഒഴിവാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയതാണ് വായിച്ചതെന്ന് മന്ത്രി മറുപടി നൽകി. പിന്നീട് മന്ത്രി തിരുത്തി നഗർ എന്ന് വായിക്കുകയും ചെയ്തു. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പായാണ് കോളനി എന്ന പ്രയോഗം ഒഴിവാക്കി ഉത്തരവിറക്കിയത്. കോളനി, ഊര്, സങ്കേതം എന്നിവ ഒഴിവാക്കി പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കാനാണ് തീരുമാനം. കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തിരുവനന്തപുരത്ത് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. അമ്പൂരി മായം കോലോത്ത് വീട്ടിൽ രാജിയെയാണ് ഭർത്താവ് കുത്തിക്കൊന്നത്. സംഭവത്തിൽ ഭർത്താവ് മനോജ് സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അമ്പൂരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റിന്റെ മകളാണ് കൊല്ലപ്പെട്ട രാജി. മായത്തെ ആശുപത്രിയിൽ പോയി മടങ്ങി വരവെ രാജിയെ മനോജ് ആക്രമിക്കുകയായിരുന്നു. മുഖത്തും നെഞ്ചിലും കുത്തുകളേറ്റു. മൂക്ക് ഛേദിച്ച നിലയിലാണ്. മൃതദേഹം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. 1 വർഷത്തോളമായി ഭർത്താവുമായി വേർപിരിഞ്ഞു നിൽക്കുകയായിരുന്നു രാജി. അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണ് താമസിച്ചിരുന്നത്. ഇരുവരും അടുത്ത വീടുകളിലായിരുന്നു താമസം. 2 മക്കളുണ്ട്. മകൾ അച്ഛന്റെ കൂടെയും മകൻ അമ്മയുടെ കൂടെയുമായിരുന്നു. മൂന്നാം തവണയും അമ്മ. പ്രസിഡന്റായി മോഹൻലാൽ. നടൻ മോഹൻലാലിനെ വീണ്ടും താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എതിരാളികളില്ലാതെയാണ് മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. മോഹൻലാൽ പ്രസിഡന്റായി എത്തുന്നത് ഇത് 3ാം തവണയാണ്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കും. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത്. അതേസമയം അമ്മ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, മഞ്ജു പിള്ള, ജയൻ ചേർത്തല എന്നിവർ മത്സരിക്കും. തിരുവനന്തപുരത്ത് മാർക്കറ്റിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിലാണ് നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച 5 നാടൻ ബോംബുകളാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് കച്ചവടക്കാർ ബോംബുകൾ മാർക്കറ്റിനുള്ളിൽ കണ്ടത്. തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ അറിയിക്കുകയായിരുന്നു. കഴക്കൂട്ടം പോലീസും ബോംബ് ഡിറ്റൻഷൻ സ്ക്വാഡും ചേർന്ന് ഇവ നിർവീര്യമാക്കാനായി കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് മാറ്റി. CCTVകൾ പരിശോധിച്ച് ആരാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കുളത്തൂർ ജംഗ്ഷൻ.